ഒരു നാട്ടിൽ വരുമ്പോൾ അവിടുത്തെ കൾച്ചറൊന്നും അഡാപ്റ്റ് ചെയ്തില്ലെങ്കിലും നിയമം എല്ലാം പഠിച്ചിരിക്കുന്ന എല്ലാവർക്കും നല്ലതാണ്. ഈ ഒരു കമൻറ്റ് കണ്ടപ്പം ഈ കമൻറ്റ് ഇട്ട ചേട്ടനോട് എനിക്ക് ഭയങ്കര അധികം സഹതാപമാണ് തോന്നിയത്. ഒന്ന്, നമ്മൾ ഈ യൂറോപ്യൻ യൂണിയനിലൊക്കെ ജീവിക്കുക അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് തന്നെ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ലിവിങ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എല്ലാം കണ്ട് ഇവിടുത്തെ ആൾക്കാർ വളരെ ആങ്കർ മാനേജ്മെൻ്റ് ഉള്ള ആൾക്കാരും അതുപോലെ വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കുന്നതാണ്. ഇങ്ങനെയുള്ളൊരു രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നതിന് ശേഷവും എങ്ങനെയാണോ അവർ നാട്ടിൽ ബിഹേവ് ചെയ്തിരുന്നത് അതേ ബിഹേവിങ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ ചെയ്തൊരു വീഡിയോ പോസിറ്റീവാണോ നെഗറ്റീവാണോന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാനത് നെഗറ്റീവായി ചെയ്തെന്ന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എന്തോ ചീത്ത വിളിക്കുന്ന, തെറി വിളിക്കുന്ന എന്തോ ഹീറോയിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആക്ച്വലി ഇതൊക്കെ ഒരു മാനസിക വൈകല്യമാണ്. നമ്മുടെ നാട്ടിൽ ഇത് വിളിക്കുമ്പോഴേക്കും വലിയ കുഴപ്പമൊന്നുമായിരിക്കും, പക്ഷേ യൂറോപ്യൻ യൂണിയനിലൊക്കെ വന്ന് ഇത് വിളിക്കുമ്പോഴേക്കും ലൈഫ് ടൈം റിഗ്രറ്റ് ചെയ്യാനുള്ളൊരു ഫാക്ടറാണ് അതിലുണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ഓർക്കാം. നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാനൊരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ വേറൊരാൾ ഇതൊരു കംപ്ലയിൻറ്റ് കൊടുത്തതിന് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവിടെ വക്കീൽ നോട്ടീസ് വരുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ, ഓക്കെ അയാൾക്ക് ഒരു ഹേർട്ടായി അല്ലെങ്കിൽ അത് അയാൾക്കൊരു വിഷമമായിരുന്നു. സോ നമ്മൾ പുറത്തുനിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇവിടുത്തെ കൾച്ചർ അഡാപ്റ്റ് ചെയ്യുമോ അക്സെപ്റ്റ് ചെയ്യുമോ പഠിച്ചിട്ട് വരുമോ ഒന്നുമല്ല വേണ്ടത്. ഏറ്റവും വലിയൊരു കാര്യം ഇവിടത്തേക്കുള്ള നിയമവശങ്ങൾ പഠിച്ചിട്ട് വരിക. എന്തൊരു കാര്യത്തിനും എന്താണ് അതിൻ്റെ ഒരു ലാസ്റ്റ് ഉണ്ടാകുന്നൊരു റിസൾട്ട് എന്നുള്ളത് ഒന്ന് പഠിച്ചിട്ട് വരുന്നത് എല്ലാവർക്കും നല്ലതാണ്. ഈ ഒരു കേസിൽ ഇവിടുത്തെ നിയമവശം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 1 വർഷം ജയിൽ ശിക്ഷ, അല്ലെങ്കിൽ 5000 തൊട്ട് 30,000 യൂറോ വരെ ഫൈൻ ആയിരിക്കും വരുന്നത്. അത് ഒരാൾക്ക് ഉണ്ടാകുന്ന മെൻ്റലി ഉള്ള ബുദ്ധിമുട്ട്, അയാൾക്ക് ആ മെൻ്റലി ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ റവന്യൂവിലുണ്ടായ ബുദ്ധിമുട്ട്, ഇത് മൊത്തം മറ്റേ ആൾ പേ ചെയ്യേണ്ടി വരും. അത് ഗവൺമെൻറ് തന്നെ അയാളുടെ സാലറിന്നോ അല്ലെങ്കിൽ അയാളുടെ പാർട്ട്ണറിൻ്റെ സാലറിന്നോ മേടിച്ച് തരാനുള്ള എല്ലാ പ്രൊഫഷൻസിയും ജർമ്മനിയിലുണ്ട്. സോ ഇങ്ങനെയുള്ള കമൻറ്റൊക്കെ ഇടുന്നവരുണ്ടെങ്കിൽ സൂക്ഷിക്കാം.